പ്രഭു പ്രഭു അങ്ങ് വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? ചില കാലങ്ങളിലൊക്കെ ദൈവസ്ഥമായ സ്ഥലങ്ങളെ, സ്വർഗസ്ഥമായ സ്ഥലങ്ങളെയും മനുഷ്യൻ്റെ ഇറ്റേണൽ ഹോം, നിത്യഭവനം എന്നാണ് വിളിക്കുന്നത്. അപ്പം നിത്യഭവനത്തിലെ വീട്ടുടമസ്ഥനോടാണ് ചോദിക്കുന്നത്, നല്ല വിത്താണല്ലോ അത് വിതച്ചത്, ഇപ്പം കളകളെങ്ങനെ ഉണ്ടായെന്ന് പറയും. വീട്ടുടമസ്ഥന് വ്യക്തതയുണ്ട്, ഇങ്ങനെ കൈമലർത്തുകയല്ല, അയ്യോ അത് എനിക്കറിയത്തില്ല, നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിക്കുക എന്നല്ല പറയണത്. അത് ശത്രു ചെയ്ത പണിയാണെന്ന്. അപ്പം ശത്രു എപ്പോഴും പണി ചെയ്യുന്ന ആളാണ്. മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് ഏതെങ്കിലും ഉടായ്പ് കാര്യം പറഞ്ഞ് വിശ്വാസം എടുത്തു കളയാൻ നോക്കും. കളകൾ അതിൻ്റെ കൂടെ തന്നെ വിതക്കാൻ നോക്കും. സമൂഹത്തിൽ തന്നെ വിശ്വാസികളും അവിശ്വാസികളും കാണുമല്ലേ? വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവിശ്വാസം ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമല്ലേ, കളകൾ എങ്ങനെ ഉണ്ടായി? ചില ആൾക്കാരെ മറ്റുള്ളവരെ കാണുമ്പോൾ തങ്ങൾ ഈ ഒരു യുക്തിവാദിയോ അല്ലെങ്കിൽ നിരീശ്വരവാദിയോ ആയിട്ടൊക്കെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആ മുമ്പിൽ അറിയപ്പെടുമ്പോൾ ഇവർക്കൊരു ക്രെഡിറ്റ് കിട്ടും. ആ ക്രെഡിറ്റിന് വേണ്ടി അവർ ദൈവത്തെ പോലും തള്ളിപ്പറയും. അപ്പം അങ്ങനെ പലരൊക്കെ ഇരുന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കർത്തവ്യം തല കൊടുക്കേണ്ട കാര്യമില്ല. ശരി പറയും, അവരും പറഞ്ഞാൽ ശരിയല്ലേ എന്ന് പറയും. അവരും പറഞ്ഞാൽ ശരിയല്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് അനുഭവങ്ങളില്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ നിനക്ക് തോന്നണത്. ഞങ്ങൾക്കാർക്കും തോന്നിയില്ല, അപ്പം എന്നെപ്പോൾ തോന്നാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിലില്ലേ? അവർക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തത്? അവർക്ക് ലഭ്യമായ സാഹചര്യങ്ങളിൽ അവർ ദൈവത്തെ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് അനുഭവങ്ങളുണ്ടാകും. മറ്റു ചിലർക്ക് അനുഭവങ്ങളില്ല. ചില ആൾക്കാർ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ബിസിനസ്സും അവരുടെ നിലനിൽപ്പിനൊക്കെ വേണ്ടി തള്ളിപ്പറയുക, അല്ലെങ്കിൽ എല്ലാം ഒന്നാണെന്ന് പറയും.